ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി കണ്ടാലോ? നല്ല കിഡിലൻ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ കരിമീൻ ഇതുപോലെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ള മസാലകളൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ കരിമീൻ അത്യാവശ്യം വലിയതാണ് എടുത്തിട്ടുള്ളത്, 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ സെറ്റാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ സാദാ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പേസ്റ്റ് രൂപം പോലെ ആക്കിയെടുക്കണം. ഇനി നമ്മുടെ മീനിമേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് മീനും ആ മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇനി മസാല പുരട്ടി വെച്ചേക്കുന്ന മീനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന മസാലയ്ക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ ചാറ് പോലെ ഒന്ന് സെറ്റാക്കിയിട്ട് അതൊരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഉള്ളിയും പച്ചമുളകും നമ്മളിവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് അധികം വേണം, നല്ല ക്വാണ്ടിറ്റിയിൽ വേണം. ഏകദേശം ഒരു 10-20 ഉള്ളിയോളം വേണം. പിന്നെ പച്ചമുളക് ഒരു 5-6 എണ്ണം മതിയാവും. ഇനി കുറച്ച് വേപ്പിലയും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മീൻ അങ്ങോട്ട് പൊരിക്കണം. അപ്പോൾ മീൻ പൊരിക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മീനൊക്കെ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇങ്ങനെ മുരമുരാന്നാവണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി. അങ്ങനെ എല്ലാ മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. നല്ല രീതിക്കൊന്ന് വാടി വരണം. അങ്ങനെ നല്ല രീതിക്ക് മിക്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കുനുകുനാന്നരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരിത്തിരി കുരുമുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മീൻ മാറ്റി വെച്ചപ്പോൾ കിട്ടിയ മസാല ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, ആ വെള്ളം അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ വറ്റിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് വാഴയിലേക്ക് ഒന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട്. ഇനി വാട്ടിയ വാഴയിലേക്ക് കുറച്ച് മസാല അങ്ങോട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് നമ്മുടെ മീൻകുട്ടനെയും കൂടി വെച്ച് വീണ്ടും കുറച്ച് മസാല അങ്ങോട്ട് പൊത്തി കൊടുക്കാം. അങ്ങനെ മീൻ്റെ മേലെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് ഒരു പാൻ എടുത്തതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ ഒരു വാഴയില വെച്ച് വാഴയിലിട്ട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വന്നുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് കുറച്ച് ചോറും കൂട്ടി അടിച്ചു വെക്കാമല്ലോ. അങ്ങനെ തുറക്കണ പരിപാടിയാണ്. നെക്സ്റ്റ് വന്നിട്ട് അങ്ങനെ ഒരു പീസ് മീൻ എടുത്തിട്ടുണ്ട്, കരിമീൻ. കുറച്ച് മസാല എടുത്ത് കുറച്ച് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചപ്പോൾ കിട്ടിയൊരു സുഖം ഉണ്ടല്ലോ ഗൈസ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.